ടൊയോട്ട അടുത്തിടെ തങ്ങളുടെ ഗ്യാസോ റേസിംഗ് ശ്രേണിയിലേക്ക് സുപ്രയും യാരിസും ഉൾപ്പെടെയുള്ള ചില മോഡലുകളെ ചേർത്തിരുന്നു. ഇതിനു പിന്നാലെ ചെറിയ റൂമി മിനി വാനിന്റെ GR പതിപ്പും അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി. ചെറിയ യൂട്ടിലിറ്റി വാഹനം ചില ട്രാക്ക് അധിഷ്ഠിത റേസിംഗ് മെഷീനുകളാക്കി മാറ്റുന്നത് അല്പം പ്രയാസകരമാണ്. എന്നിരുന്നാലും ടൊയോട്ടയുടെ വാഹനത്തെ അതിമനോഹരമാക്കി മിനുക്കിയെടുത്തു എന്നത് ശ്രദ്ധേയമാണ്. എങ്കിലും ഏറ്റവും ചെറിയ ഹൈവേ നിയമപരമായ പാസഞ്ചർ കാറുകളുടെ ജപ്പാനീസ് വാഹന വിഭാഗത്തിലേക്ക് റൂമി മിനി വാനിനെ പരിഗണിക്കാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന്റെ വലിപ്പവും 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് പ്രധാന കാരണം. റൂമിക്ക് 2490 മില്ലിമീറ്റർ വീൽ ബേസ് മാത്രമേ ലഭിക്കൂ. ഈ മിനി വാനിന്റെ സമർപ്പിത GR പതിപ്പ് പുറത്തിറക്കുന്നില്ല എന്നതും വസ്തുതയാണ്. ഒരു ആശയം മാത്രമാണെങ്കിലും എയറോഡൈനാമിക് ഭാഗങ്ങളായ ഫ്രണ്ട്, റിയർ ബമ്പറുകൾ, റിയർ സ്പോയിലറുകൾ, വലിയ സൈഡ് സ്കേർട്ടുകൾ എന്നിവ പരിഷ്കരണത്തിന് വിധേയമായി. ഇത് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 15 മില്ലിമീറ്റർ കുറച്ചിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പർ സ്പോയിലറിലെ LED DRLകൾ ഇത് മനോഹരമായി പൂർത്തിയാക്കുന്നു. ഫ്രണ്ട് അണ്ടർ സ്ട്രൈപ്പ്, റിയർ അണ്ടർ സ്ട്രൈപ്പ്, സൈഡ് മഡ്ഗാർഡുകൾ, ഫോഗ് ലാമ്പ് അലങ്കരിക്കൽ, ഫ്രണ്ട് ഗ്രിൽ അലങ്കരിക്കൽ എന്നിവയാണ് മിനി വാനിലെ മറ്റു പ്രധാന സവിശേഷതകൾ. ഡോർ വൈസറുകൾ, ഫ്രണ്ട്, റിയർ മഡ്ഗാർഡുകൾ, കാർബൺ ഫൈബർ ഫിനിഷ്ഡ് ലൈസൻസ് പ്ലേറ്റ് ഫ്രെയിം, ഡോർ ഹാൻഡിൽ പ്രൊട്ടക്ടറുകൾ എന്നിവയുടെ സാന്നിധ്യവും മിനി വാനിന്റെ മൊത്തത്തിലുള്ള സ്പോർട്ടി അപ്പിൽ വർദ്ധിപ്പിക്കുന്നു. പതിവ് പോലെ ധാരാളം GR ലോഗോകളും റൂമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. റൂമിയുടെ ഇന്റീരിയറും മികച്ചതാണ്. അതിൽ എയർ കണ്ടീഷനിങ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, പവർ വിൻഡോകൾ, ഒരു DFD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ധാരാളം സംഭരണയിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇതിന് 5 ലിറ്റർ നീക്കം ചെയ്യാവുന്ന സെൻട്രൽ ട്രഷ് ബിൻ പോലും ലഭിക്കുന്നു. എങ്കിലും ഇടുങ്ങിയ അകത്തളമാണെങ്കിലും പിൻസീറ്റിൽ 3 പേർ ഉൾപ്പെടെ ക്യാബിനിൽ 5 മുതിർന്നവർക്ക് അനുയോജ്യമാണ്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് റൂമി മിനി വാനിന്റെ ഹൃദയം. ഇത് 68 bhp കരുത്ത് ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഡൈഹസ്തു തോറിന്റെ പുനർനിർമ്മിത മോഡലായി റൂമി 2 വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് കോൺഫിഗറേഷനുകളിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും.